ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് മാതിരി ഉണ്ടാക്കാം കേട്ടോ. കസ്റ്റാർഡ് ഫ്രൂട്ട്സ് പുഡിംഗ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1 ലിറ്റർ പാലെടുത്ത് തിളപ്പിക്കാം. പാലും പുഡിങ്ങും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൂടിയതാണ് ഡിന്നർ ഇന്നത്തെ. പാലിവിടെ തിളച്ചിട്ടുണ്ട്. അതിന് ഇത്തിരി പാല് നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ അതിൽ കിട്ടാലേ കട്ട പിടിക്കും. എന്നിട്ട് കസ്റ്റാർഡ് നമുക്ക് പാലിൽ കുറുക്കിയെടുക്കാം. മിക്സ് ചെയ്ത കസ്റ്റാർഡ് ഇതിൽ ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പാല് നല്ല വറ്റിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും വറ്റിച്ചെടുത്തിട്ട് കട്ട പിടിക്കാണ്ട് ഇളക്കണം കേട്ടോ. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി ചൂടാറുമ്പോഴേക്കും ഇനിയും കട്ടിയാവും. ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാം. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കത് സെറ്റാക്കാൻ വയ്ക്കാം. ഇത് സീഡ്ലെസ് ഗ്രേപ്സ് ആട്ടാ. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇടാട്ടാ. ഇത് കണ്ടാട്ട ഡാബറിൻ്റെ ഹണി. ഒന്ന് വാങ്ങണം ഒന്ന് ഫ്രീ. ഇത് തേനീച്ചയുടെ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നമ്മളെ പഞ്ചസാര ഒന്നും ഒഴിക്കില്ല കേട്ടോ മധുരത്തിനോട്. ഇത് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ പേഷ്യൻറ്റുകളല്ലേ, അത് കാരണം തേനും ഡേറ്റ്സ് ഫ്രൂട്ട്സ് ഈ മധുരം മതി കേട്ടോ. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. വലിയ പണിയൊന്നുമില്ല. ഒരു സെറ്റ് ചെയ്യുന്ന പാത്രം എടുക്കുക, ഇതൊഴിക്കുക. നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ എങ്ങനെ വേണം അങ്ങനെ നമ്മൾ ഇതിൻ്റെ മേലിടുക. എന്നിട്ട് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക. നമ്മളിത്തിരി അധികം ഇടും കേട്ടോ. കുറച്ച് ഡേറ്റ്സ്, കുറച്ച് മാതളപ്പഴം, കുറച്ച് നമ്മുടെ തേന് നമ്മൾ മധുരമില്ലാത്തതുകൊണ്ട് ഇടാട്ടാ. നമ്മൾ ഇത്തിരി ഡിന്നറിന് വേണ്ടിയിട്ടുള്ളതല്ലേ. കുറച്ച് നട്ട്സ് പിന്നെ കഷ്ണാക്കിയിട്ടും കുറച്ചിടാം. ക്രഷ് ചെയ്തത്, നമ്മൾ ക്രഷറിൽ ക്രഷ് ചെയ്തത്. നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് കിട്ടും. മൂടിയിട്ട് വയ്ക്കാം. നമ്മുടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച ഫുഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇപ്പം എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ മുറിക്കണില്ല കേട്ടോ. നമുക്ക് ഒരു ഇതിലേക്ക് ഇട്ട് കഴിക്കാനുള്ളതല്ലേ. ഇത്രയ്ക്ക് മതിയിട്ടാ. നമുക്ക് അധികം സെറ്റാവണ്ട, കല്ലിന് മാതിരി ആവണ്ട. നമ്മൾ
നമ്മളിങ്ങനെ ഫുഡിങ് മാതിരി കഴിക്കാനുള്ളതാണ്. നല്ല എല്ലാ വൈറ്റമിൻസും ഇതിലുണ്ട്. ഇതിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അത് കാരണം ഹെൽത്തിയാണ്. ഫ്രൂട്ട്സിൻ്റെ മധുരം പിന്നെ ഹണിയാണ് കേട്ടോ അതിലൊഴിച്ചിരിക്കണത്. ഇത് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്കറിയാം. നമുക്കത് കഴിച്ച് നോക്കാം കേട്ടോ. എൻ്റെ ഒരു നേരത്തെ ആഹാരമാണ് കേട്ടത്. പഞ്ചസാര ഒന്നും വേണ്ട, മധുരം ഹണിയുടെ ഉണ്ട്, നല്ല മധുരമുണ്ട്. ഇപ്പോൾ ഹണി നിർബന്ധം ഉള്ളവർക്ക് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ മധുരം മതി. നല്ല രസമുണ്ട്, എല്ലാതും കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ, ഇത് കണ്ടിട്ട് ഇതുമാതിരി ചെയ്യാം കേട്ടോ. കാണാണ്ടോ നന്നായിട്ട്? അടിപൊളി ഫുഡിങ്ങാണ്. കാണാൻ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഭംഗിയില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കണ ഒരു ഡിഷാണ് കേട്ടത്. എന്തെന്ന് പറഞ്ഞാൽ ഡിസേർട്ട് എന്ന് പറയാം, ഡിസേർട്ടാണിത്. അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ ഫ്രൂട്ട്സ് മുറിച്ച് തിന്നാണ്ട് ഇങ്ങനെ കഴിക്കാം. കസ്റ്റാർഡ് വാങ്ങാൻ അധികം പൈസ ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു പൈസയുള്ളൂ കസ്റ്റാർഡിന്. അപ്പോൾ കസ്റ്റാർഡ് വാങ്ങിയിട്ട് എല്ലാവരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൈന ഗ്രാസ് അങ്ങനെ വല്ലതും വാങ്ങിക്കോ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവർ ഇട്ടാൽ മതി, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര ഇടണം എന്നുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പാല് തിളക്കില്ലേ, പാല് തിളയ്ക്കുമ്പോൾ പഞ്ചസാര ഇട്ട് ഇറക്കിയാൽ മതി. എന്നിട്ട് ഇത് പൊടിക്കിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കേ, നിർത്തട്ടെ. അടിപൊളി ടേസ്റ്റ്. എനിക്കിത് കഴിക്കാൻ തിരക്കായി. എൻ്റെ ഡിന്നറാണ് കേട്ടോ അത്. ഓക്കെ, ബായ്.